ആവേശത്തിന്റെ അലകൾ വാനോളമുയർത്തി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങൾക്ക് കോട്ടപ്പുറം കായലിൽ തുടക്കമായി. വി.ആർ. സുനിൽകുമാർ എം.എൽ.എ മത്സരങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. കുന്നംകുളത്ത് യുവതിക്കും പെൺകുട്ടിക്കും നേരെ നഗ്നതാ പ്രദർശനം. ബേക്കറി ജീവനക്കാരൻ അറസ്റ്റിൽ. തമിഴ്നാട് സേലം സ്വദേശി സെങ്കോലിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. മലക്കപ്പാറയിൽ KSRTC ബസ്സുകൾ വനനിയമങ്ങൾ ലംഘിക്കുന്നതിനെതിരെ വനം വകുപ്പ്. ആനകളെയും മറ്റു വന്യമൃഗങ്ങളെയും യാത്രക്കാരെ കാണിക്കാൻ ബസ് ഡ്രൈവർമാർ ശ്രമിക്കുന്നതിനെ തുടർന്നാണ് നടപടി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ആവേശത്തിന്റെ അലകൾ വാനോളമുയർത്തി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങൾക്ക് കോട്ടപ്പുറം കായലിൽ തുടക്കമായി. വി.ആർ. സുനിൽകുമാർ എം.എൽ.എ മത്സരങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ആദ്യ 9 സ്ഥാനങ്ങളിലെത്തിയ പള്ളാത്തുരുത്ത് ബോട്ട് ക്ലബിന്റെ മേൽപ്പാടൻ ചുണ്ടൻ, കൈനകരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയാപുരം ചുണ്ടൻ, കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പായിപ്പാടൻ ചുണ്ടൻ, നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ, കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ, ഇമാനുവൽ ബോട്ട് ക്ലബിന്റെ നടുവിലെ പറമ്പൻ, പുന്നമന ബോട്ട് ക്ലബ്ബ് നടുഭാഗം ചുണ്ടൻ, തെക്കേക്കര ബോട്ട് ക്ലബിന്റെ ചെറുതന ചുണ്ടൻ, ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളം ചുണ്ടൻ എന്നിവയാണ് മത്സരത്തിൽ തുഴയെറിഞ്ഞത്. ചാമ്പ്യൻസ് ലീഗിനു പുറമെ മുസ്ലിസ് ജലമേളയിൽ A, B വിഭാഗങ്ങളിൽ ഇരുട്ടുകുത്തി, OD വിഭാഗങ്ങളിൽപ്പെട്ട 18 വള്ളങ്ങൾ മുൻമന്ത്രി V.K. രാജൻ മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടി മത്സരിച്ചു. ഉച്ചയ്ക്ക് നടന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എം.എൽ.എ വി.ആർ. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ഇവിടെ ജനിച്ചു വളർന്ന ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് എന്നുള്ളതാണ്. ഞങ്ങളെപ്പോലുള്ള എല്ലാവർക്കും ഇതൊരു അഭിമാനത്തിന്റെ മണ്ണ് കൂടിയാണ്. ഇവിടെയാണ് തോമസ് ലീഗ വന്നിറങ്ങിയത്. ഇവിടെയാണ് ആദ്യത്തെ ജുമാ നടന്ന ചേരമാൻ ജുമാ മസ്ജിദ്. ഇവിടെയാണ് ജൂതന്മാർ വന്ന് ഇറങ്ങിയത്. ഈ മണ്ണിലാണ് ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ കാവായിട്ടുള്ള ദുർഗാ ക്ഷേത്രവും ദേവീ ക്ഷേത്രവും ഇവിടെയാണ് ഉള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ T.K. ഗീത അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി MP ബെന്നി ബഹനാൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് V.S. പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ R.C. പ്രേംദാസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കുന്നംകുളത്ത് യുവതിക്കും പെൺകുട്ടിക്കും നേരെ നഗ്നതാ പ്രദർശനം. ബേക്കറി ജീവനക്കാരൻ അറസ്റ്റിൽ. തമിഴ്നാട് സ്വദേശി സെങ്കോലിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയും മാതാവും ബേക്കറിയിൽ ഇരിക്കുമ്പോഴായിരുന്നു സംഭവം. മലക്കപ്പാറയിൽ KSRTC ബസ്സുകൾ വനനിയമങ്ങൾ ലംഘിക്കുന്നതിനെതിരെ വനം വകുപ്പ്. ആനകളെയും മറ്റു വന്യമൃഗങ്ങളെയും യാത്രക്കാരെ കാണിക്കാൻ ബസ് ഡ്രൈവർമാർ ശ്രമിക്കുന്നതിനെ തുടർന്നാണ് നടപടി. ഇത് ചൂണ്ടിക്കാട്ടി ചാലക്കുടി ഡിപ്പോ ATOക്ക് ഷോളയാറിലെ റേഞ്ച് ഓഫീസറാണ് നോട്ടീസ് നൽകിയത്. ആനകളെയും മറ്റു വന്യമൃഗങ്ങളെയും യാത്രക്കാരെ കാണിക്കാൻ ബസ് ഡ്രൈവർമാർ ശ്രമിക്കുന്നതിനെ തുടർന്നാണ് നടപടി. ഇത് ചൂണ്ടിക്കാട്ടി ചാലക്കുടി ഡിപ്പോ ATOയ്ക്ക് ഷോളയാറിലെ റേഞ്ച് ഓഫീസറാണ് നോട്ടീസ് നൽകിയത്. അന്നമനട ഗ്രാമപഞ്ചായത്ത്, മാമ്പ്ര കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കെയർ രോഗിബന്ധു സംഗമം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ ഭാഗമായി, ഭക്ഷണക്രമങ്ങളുടെ ഭാഗമായി, അതോടൊപ്പം തന്നെ അനിയന്ത്രിതമായ കീടനാശിനികളുടെ ഉപയോഗമായി, അങ്ങനെ വ്യത്യസ്തങ്ങളായ ജലമലിനീകരണമടക്കമുള്ള വ്യത്യസ്ത പ്രശ്നങ്ങളിലൂടെ രോഗാതുരമായി കൊണ്ടിരിക്കുന്ന സമൂഹത്തിനകത്ത് കിടപ്പ് രോഗികളുടെയും മാരക രോഗം ബാധിക്കുന്ന ആളുകളുടെയും എണ്ണം വർദ്ധിക്കുന്നതിനകത്ത് സർക്കാർ സംവിധാനം ഇന്ത്യ പോലുള്ള മഹാരാജ്യത്ത് സാന്ത്വന ചികിത്സയെക്കുറിച്ച് കുറേ കൂടി ഊർജ്ജസ്വലമായി ഇടപെടേണ്ട ഒരു കാലഘട്ടത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള സാന്ത്വന ചികിത്സയുടെ 70% സാന്ത്വന ചികിത്സാ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന ഒരു മാതൃകാ സംസ്ഥാനം കൂടിയാണ് കേരളം. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തെ ആരോഗ്യരംഗത്ത് ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിച്ച അതിവികസിത രാഷ്ട്രമായ
അമേരിക്കയേക്കാൾ ശിശു മരണനിരക്കിൽ കുറവുള്ള ഒരു സംസ്ഥാനമായി ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനം അറിയപ്പെടുന്നു. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു. മാമ്പ്ര കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറെ ഡോക്ടർ സുസ്മിത ടി അബ്രാഹം വിഷയാവതരണം നടത്തി. നഴ്സ് നളിനി സന്തോഷ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ KA ഇക്ബാൽ, TK സതീശൻ, മഞ്ജു സതീശൻ, പഞ്ചായത്ത് അംഗങ്ങളായ ലളിത ദിവാകരൻ, സുനിത സഞ്ജീവൻ, KK രവി നമ്പൂതിരി, ഷീജ നസീർ, മോളി വർഗീസ്, KA ബൈജു, ഡേവിസ് കുര്യൻ, ടെസി ടൈറ്റസ്, പഞ്ചായത്ത് സെക്രട്ടറി KS ഉഷാദേവി, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബബിത എന്നിവർ സംസാരിച്ചു. CPI മാള മണ്ഡലം റിപ്പോർട്ടിംഗ് യോഗം നടന്നു. CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ നയപരമായി വിട്ടുവീഴ്ച ചെയ്യാതെ പോരാടാൻ കഴിയുന്ന പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ തന്നെ മുഖ്യമായ പങ്കുവഹിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ചിതറിക്കിടക്കുകയല്ല വേണ്ടത്, ഐക്യത്തിലൂടെ യോജിപ്പിലൂടെ മുന്നോട്ട് വരികയാണ് വേണ്ടത്. അപ്പോൾ ഒരു യോജിപ്പിൻ്റെ തലം നമ്മുടെ രാജ്യത്ത് കെട്ടിപ്പടുക്കുക, ഇപ്പോൾ യോജിപ്പ് ഐക്യം ശക്തിപ്പെടുത്തുക, അതാണ് നമ്മുടെ പാർട്ടി കോൺഗ്രസ് വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഐക്യം, കമ്മ്യൂണിസ്റ്റ് യോജിപ്പ് ശക്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാ വിഭാഗം കമ്മ്യൂണിസ്റ്റുകാരെയും യോജിപ്പിക്കാൻ കഴിയാവുന്ന വിധത്തിൽ ഇടതുപക്ഷ ഐക്യം വിപുലപ്പെടുത്തുകയും വേണം. മാള മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കമ്മിറ്റി മെമ്പർ KV വസന്തകുമാർ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KV സുജിത് ലാൽ, TN വേണു, AM ഹക്കീം, VM വത്സൻ, ഇന്ദിര ദിവാകരൻ, PF ജോൺസൺ, MK ബാബു എന്നിവർ പങ്കെടുത്തു. എടതിരുത്തി സൗത്ത് SNV LP സ്കൂളിൽ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്മൃതി മധുരം സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഴയനേടിയ സ്കൂൾ വരുമ്പോൾ വലിയ വിഷമമായിരുന്നു. കാര്യങ്ങളിലൊക്കെ അതിൻ്റെ സ്കൂളിൻ്റെ പൊതുവായിട്ടുള്ള സാഹചര്യവും മറ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്ന തരത്തിൽ ഈ സ്കൂൾ വരുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂൾ മാനേജർ അജോയും അതുപോലെ തന്നെ നമ്മുടെ PTA-യും നമ്മുടെ ടീച്ചർമാരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് സ്കൂളിൻ്റെ മെച്ചപ്പെടുത്താനുള്ള നല്ലപോലെ ഇടപെടൽ നടത്തുന്ന സ്ഥിതിയിലായിട്ടുണ്ട്. സ്കൂൾ അന്തരീക്ഷം മാറി, സ്കൂളിലുള്ള ആളുകളുടെ ഇടപെടൽ നന്നായി മാറി. അതിലിപ്പോൾ എല്ലാവരും വരികയാണ്. നമ്മുടെ പഞ്ചായത്തും ബന്ധപ്പെട്ട ആളുകൾ ഉൾപ്പെടെ സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്ന സുന്ദരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് വരുന്നു. എടതുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. സിനിമ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, കവി അരുൺ ഗാന്ധിഗ്രാം, വാർഡ് മെമ്പർ BB ജയൻ, സ്കൂൾ മാനേജർ അജോയ് കുമാർ, PTA പ്രസിഡന്റ് ഷിംനാസ് ആഷിഫ്, സ്കൂൾ ലീഡർ TR വൈഗ, 100ാം വാർഷികാഘോഷ കമ്മിറ്റി ചെയർമാൻ ശശി കാരയിൽ, ജനറൽ കൺവീനർ സ്മിത ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾക്കും പൂർവ്വ അധ്യാപകർക്കും ആദരവും ഓർമ്മകൾ പങ്കുവയ്ക്കലും നടന്നു. സാംബവ സമുദായ ആചാര്യൻ മഹാത്മാ കാവാരിക്കുളം കണ്ടൻകുമാരൻ ജയന്തി കൂടപ്പുഴ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി കലാഭവൻ ജയൻ ഉദ്ഘാടനം ചെയ്തു. ശാഖ പ്രസിഡന്റ് PK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളായ അഭിനവ് രാജേഷിനെയും അനന്യ ഷാജുവിനെയും ചടങ്ങിൽ അനുമോദിച്ചു. യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ശശി കോട്ടായി, ശാഖ സെക്രട്ടറി KV അജി, PK സാജൻ, PK സതീശൻ, MC മണീധരൻ, രാജേഷ് കോട്ടായി, ശ്രാവൺ സതീശൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പോത്തിൻകുട്ടികളെ വിതരണം ചെയ്തു. 4 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ 33 പേർക്കാണ് പോത്തിൻകുട്ടികളെ നൽകിയത്. നഗരസഭയിൽ അപേക്ഷ നൽകിയ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ VS ദിനൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KS കൈസാബ്, LC പോൾ, കൗൺസിലർമാരായ KR ജൈത്രൻ, MU ഷിനിജ, അനിത ബാബു, PN വിനയചന്ദ്രൻ, CS സുവിന്ദ്,
ചന്ദ്രൻ കളരിക്കൽ, വെറ്റിനറി സർജൻ ഡോക്ടർ ബിമൽ എന്നിവർ പ്രസംഗിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ മേഖല വാർഷിക സമ്മേളനം നടന്നു. ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും വീടുകൾ നമ്മുടെ വിശ്വേട്ടനൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ നിലവിലുള്ള വിശ്വേട്ടൻ, അങ്ങനെ കുറേ ആളുകളുണ്ട്. അവർക്ക് ഇന്ന് നമ്മുടെ പഴയകാല നേതാക്കന്മാരെല്ലാവരും വീടുകളിൽ പോയി സന്ദർശിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലിരിക്കുകയാണ്. അപ്പോൾ 31-ാം തീയതി വരെ നമ്മുടെ മേഖലാ സമ്മേളനം ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അതിന് മുന്നേ തന്നെ ഞാൻ അവിടെ കിട്ടിയ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിനൊപ്പം തന്നെ ചെയ്യാനായിട്ട് വേണ്ടി ആ ഒരു അനുഗ്രഹം വളരെ സന്തോഷമായിട്ട് ഞാൻ കരുതുകയാണ്. നമ്മളുടെ 41ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നമ്മളുടെ ജില്ലയിലെ 50 യൂണിറ്റുകളുടെ സമ്മേളനങ്ങൾ കഴിഞ്ഞ് 14 മേഖലകളുടെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ വൈസ് പ്രസിഡന്റ് KO ആന്റണി, സജീവ് വസതിനി, ലിജോ പി ജോസഫ്, സുരേഷ് കണ്ണൻ, AS ജയപ്രസാദ്, ഇജാസ് വലിയഗത്ത്, സുനിൽ ബ്ലാക്ക്സ്റ്റോൺ എന്നിവർ സംസാരിച്ചു. എടതിരുത്തി ഗ്രാമപഞ്ചായത്തിൽ SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വിഹിതം 10 ലക്ഷവും ജില്ലാ പഞ്ചായത്ത് വിഹിതം 5 ലക്ഷവും ചേർത്താണ് ആദ്യഘട്ടത്തിൽ 20 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. എടതിരുത്തി കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. സെക്രട്ടറി KB സനീഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി ടെസി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ, പഞ്ചായത്ത് അംഗങ്ങളായ PA ഷമീർ, സാജിദ പുതിയ വീട്ടിൽ, ഹേന രമേശ്, ഷിനി സതീഷ്, SC പ്രൊമോട്ടർ അഖില തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആവേശത്തിന്റെ അലകൾ വാനോളം ഉയർത്തി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങൾക്ക് കോട്ടപ്പുറം കായലിൽ തുടക്കമായി. VR സുനിൽകുമാർ MLA മത്സരങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. കുന്നംകുളത്ത് യുവതിക്കും പെൺകുട്ടിക്കും നേരെ നഗ്നതാ പ്രദർശനം. ബേക്കറി ജീവനക്കാരൻ അറസ്റ്റിൽ. തമിഴ്നാട് സേലം സ്വദേശി സെങ്കോലിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. മലക്കപ്പാറയിൽ KSRTC ബസ്സുകൾ വനനിയമങ്ങൾ ലംഘിക്കുന്നതിനെതിരെ വനം വകുപ്പ്. ആനകളെയും മറ്റു വന്യമൃഗങ്ങളെയും യാത്രക്കാരെ കാണിക്കാൻ ബസ് ഡ്രൈവർമാർ ശ്രമിക്കുന്നതിനെ തുടർന്നാണ് നടപടി. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.